സംസ്ഥാനത്തെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ ദയനീയ അവസ്ഥയിൽ വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി. ഐസൊലേഷൻ സെല്ലുകൾ ജയിലിനേക്കാൾ മോശമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ പരിശോധനയ്ക്ക് ശേഷമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷ വിമർശനമുണ്ടായത്. സംസ്ഥാനത്തെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങളും സംബന്ധിച്ച കേസിലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായത്. ഹൈക്കോടതി ജഡ്ജിമാരായ ദേവൻ രാമചന്ദ്രൻ, ബസന്ത് ബാലാജി എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ സന്ദർശിച്ചിരുന്നു. ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറിയും ഒപ്പമുണ്ടായിരുന്നു. ഐസൊലേഷൻ വാർഡുകളും സെല്ലുകളും ഉൾപ്പെടെ നേരിട്ട് പരിശോധിച്ച് രോഗികളുടെ സാഹചര്യങ്ങളും വിലയിരുത്തിയിരുന്നു. അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന്റെയും ഹർജികളുടെയും അടിസ്ഥാനത്തിലായിരുന്നു നേരിട്ടുള്ള പരിശോധന. ഞായറാഴ്ച തൃശൂരിലും അതിനു മുൻപായി തിരുവനന്തപുരത്തും സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ജഡ്ജിമാർ സന്ദർശനം നടത്തിയിരുന്നു. ബുധനാഴ്ച ഹർജികൾ വീണ്ടും പരിഗണിക്കവെയാണ് സർക്കാരിനെതിരെ വിമർശനമുണ്ടായത്. സംസ്ഥാനത്തെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറഞ്ഞ കോടതി ആത്മഹത്യാ പ്രവണതയുള്ള രോഗികളെ ഐസൊലേഷൻ സെല്ലുകളിൽ പാർപ്പിക്കരുതെന്നും പറഞ്ഞു. രോഗികളെ കൂടുതൽ മാനസികമായി തകർക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ. എന്നാൽ ഡോക്ടർമാരും നഴ്സുമാരും ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നുണ്ടെന്നും അവരെ കുറ്റപ്പെടുത്താനാകില്ലെന്നും കോടതി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ല. ആക്ഷേപങ്ങളിൽ സർക്കാർ 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.